കേന്ദ്രവും കേരളവും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലല്ല കുറെ കാലങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരിന് ലഭിക്കേണ്ടതൊന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന അഭിപ്രായമാണ് സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒരുപോലെ ഉന്നയിക്കുന്നത്. ഇതിൽ കുറെയൊക്കെ ശരികളുണ്ട്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡൽഹിയിൽ സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനായി സർക്കാർ UDFനെ ക്ഷണിച്ചിരുന്നു. കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ നിവേദനം നൽകുന്നതിനായി LDFന്റെ ഭാഗത്തു നിന്ന് MPമാരുടെ പക്കലിൽ നിന്നും ഒപ്പുശേഖരണം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി UDFന്റെ MPമാരിൽ നിന്നും ഒപ്പ് ശേഖരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നു. എന്നാൽ ഈ ഒപ്പ് ശേഖരണവുമായി ബന്ധപ്പെട്ട് UDFന്റെ ഭാഗത്തു നിന്ന് ഒരു വിപരീത പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. ഒപ്പിടാൻ പറ്റില്ല എന്നായിരുന്നു UDFന്റെ പ്രതികരണം. ഇപ്പോഴിതാ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സമരത്തിലും UDF പങ്കെടുക്കുന്നില്ല എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. LDFും UDFും ഒരുമിച്ച് സംയുക്തമായി കേന്ദ്രത്തെ നേരിടുക എന്ന ഉദ്യമത്തിൽ നിന്നും UDF പിന്മാറിയിരിക്കുകയാണ്. UDF അവരുടെ നിലപാട് എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഔദ്യോഗികമായി തന്നെ ഈ വിവരം സർക്കാരിനെ ധരിപ്പിക്കുന്നതാണ്. യോജിച്ചുള്ള ഒരു സമരത്തിന് UDF തയ്യാറാകുന്നില്ല. ഇത് അണികളുടെ മനോവീര്യം കെടുത്തുന്നതാണ് എന്നാണ് വിലയിരുത്തലുകൾ. കേന്ദ്രത്തിന് എതിരെ ഒരു സമരം ആവശ്യമാണ്, അത് അനിവാര്യമാണ്. എന്നാൽ LDFുമായി ഒന്നിച്ചു ചേർന്ന് സംയുക്തമായ ഒരു സമരത്തിലേക്ക് തങ്ങൾ തയ്യാറായില്ല. ഇതാണ് UDFന്റെ അഭിപ്രായം. കാരണം യോജിച്ചൊരു സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അണികളുടെ മനോവീര്യം കെടുത്തും എന്നതാണ് UDFന്റെ അഭിപ്രായം. എന്നാൽ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഇരു കക്ഷികളും എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്രത്തിന്റെ നടപടികൾ കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്നത് പ്രതിപക്ഷം അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. ഇത് പലപ്പോഴും സൈബറിടങ്ങളിലും ചർച്ചകളിലുമൊക്കെ ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ള വിഷയവുമാണ്. GSTയും കേന്ദ്രത്തിന്റെ അവഗണനയും എല്ലാം തന്നെ കേരളത്തിലെ പ്രതിസന്ധിക്ക് ഒരു വലിയ കാരണമാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളതെങ്കിൽ പോലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് LDFുമായി ഒത്തുപോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് UDFന്റെ നിലപാട്. ഈ ഒരു വിഷയത്തിൽ ഒരു പരസ്യമായ പ്രതികരണത്തിന് UDF എന്നാൽ തയ്യാറായിട്ടുമില്ല. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രി പറഞ്ഞ പല കാര്യങ്ങളോടും യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. CPMും സർക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നത് കേരളത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും കാരണം കേന്ദ്ര സർക്കാരാണെന്നാണ്. ഇതിലെ പല കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് അംഗീകരിക്കുന്നുമുണ്ട്. കേരളം നേരിടുന്ന എല്ലാ ധനപ്രതിസന്ധിക്കും കാരണം കേന്ദ്രത്തിന്റെ അവഗണനയാണെന്ന വ്യാഖ്യാനമാണ് CPMും സർക്കാരും നടത്തുന്നത്. ഡൽഹിയിൽ പോയി ഒന്നിച്ച് സമരം ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണ്. ഇക്കാര്യത്തിൽ UDF ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം നിലപാട് അറിയിക്കുമെന്ന് അന്ന് VD സതീശൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ അവഗണന ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. ഇക്കാര്യം 2 ധവളപത്രങ്ങളിലൂടെ പ്രതിപക്ഷം നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുൻപ് പറഞ്ഞിരുന്നു. സർക്കാർ പറഞ്ഞ ചില കാര്യങ്ങളോട് UDFന് യോജിപ്പുണ്ടെന്നും ഇക്കാര്യങ്ങൾ UDF ധനമന്ത്രിയെ അറിയിച്ചിരുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. കേരളം നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണെന്നാണ് CPMും അതുപോലെ തന്നെ സർക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്നാൽ ഈയൊരു പ്രസ്താവനയോട് UDFന് യോജിപ്പില്ല. ധനപ്രതിസന്ധിക്കുള്ള നിരവധി കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണന എന്ന് പറയുന്നത്. ഭരണത്തിലെ കെടുകാര്യസ്ഥത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നും UDF ആരോപിക്കുന്നുണ്ട്. GSTക്ക് അനുസൃതമായി നികുതി സംവിധാനം പുനഃസംഘടിപ്പിക്കാത്തതും നികുതി പിരിവിലെ പരാജയവും IGST പൂളിൽ നിന്നുള്ള വിഹിതം നഷ്ടപ്പെടുത്തുന്നതും ധനപ്രതിസന്ധിക്ക് കാരണമാണെന്ന് വിലയിരുത്തുന്നു. ഇതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്.
ഡൽഹിയിൽ പോയി ഒന്നിച്ച് സമരം ചെയ്യണമെന്നാണ് സർക്കാരിന്റെ ആവശ്യമെന്നും സമരമെന്നത് രാഷ്ട്രീയ ആവശ്യമാണെന്നും ഇക്കാര്യത്തിൽ UDF ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം നിലപാട് അറിയിക്കുമെന്നുമായിരുന്നു VD സതീശൻ മുൻപ് പറഞ്ഞിരുന്നത്. അതേസമയം കേരളത്തിന് ലഭിക്കേണ്ട തുക ലഭിക്കുന്നില്ല എന്ന് മുൻപ് പറഞ്ഞിരുന്നതാണ്. ഏകദേശം 57,000 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ തുക ലഭിക്കുകയാണെങ്കിൽ കേരളം ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറുമെന്നും എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതിനുവേണ്ട നടപടി ഉണ്ടാകുന്നില്ല എന്നും മുൻപ് അറിഞ്ഞതാണ്. കേരളത്തിന് ലഭിക്കേണ്ട ഈ തുക നേടിയെടുക്കാൻ വേണ്ടി സർക്കാർ സുപ്രീം കോടതിയെ വരെ സമീപിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയുമൊക്കെ രാഷ്ട്രീയത്തിൽ തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ കേരളത്തിലെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. കേരളം തികച്ചും ഒരു അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. നിലവിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലും കേരള സർക്കാരും പ്രതിപക്ഷവും തമ്മിലും ഒരു രീതിയിലും ഒത്തുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാക്പോരും പ്രശ്നങ്ങളും എല്ലാം തന്നെ ഈ ഒരു ഡൽഹിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന UDFന്റെ ഈ നിലപാടിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അണികളുടെ മനോവീര്യം കെട്ടടങ്ങിപ്പോകും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമല്ല UDF ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു നിലപാടിൽ എത്തിച്ചേർന്നത്. മറിച്ച് മുഖ്യമന്ത്രിയുമായി ഒത്തുപോകാൻ സാധിക്കില്ല എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്.